പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഈ ഓശാന ഞായറാഴ്ച സൈത്യം കൊമ്പുകളുമായി യഹൂദജനം കർത്താവിനെതിരേറ്റ ഈ പുണ്യദിനത്തില് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഹൃദയമാകുന്ന ആ സൈത്യൻ കൊമ്പുകൾ എടുത്ത് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ സ്തുതി ആരാധനകളൊക്കെ സമർപ്പിച്ച് കർത്താവായ യേശുവിനെ ഈ വിമോചന പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലൂടെ നമുക്ക് കടത്തിവിടാം. ഇതാ കഴുതപ്പുറത്ത് രാജാതിരാജനായ കർത്താവ്, സർവത്തിന്റെ അതിനാഥനായ ദൈവം, കാറ്റിന്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിന്റെ നിയന്ത്രാതാവ് നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ പറമ്പിലേക്ക്, നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ തൊഴിൽ മേഖലകളിലേക്ക് ഇതാ രാജാതിരാജനായ കർത്താവ് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും, നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെയും, പ്രാർത്ഥനയില്ലായ്മകളെയും, നിരാശകളെയും, ഭയങ്ങളെയും, ആകുലതകളെയും, ശാരീരിക രോഗങ്ങളെയും, മാനസിക തകർച്ചകളെയും, കലഹങ്ങളെയും, ഭിന്നതകളെയും, മരണത്തെയും തോൽപ്പിക്കാനാണ് രാജാതിരാജനായ കർത്താവായ ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ചതുപോലെ ഇതാ കർത്താവായ ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരിക. നമുക്ക് സമാധാനം തരാൻ, നമുക്ക് സന്തോഷം തരാൻ, നമുക്ക് ഐശ്വര്യം തരാൻ, നമുക്ക് സമ്പൽ സമൃദ്ധി തരാൻ, നമുക്ക് ഉയർച്ച നൽകാൻ രാജാതിരാജനായ കർത്താവ്, സർവത്തിന്റെ അതിനാഥനായ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന തെരുവീതികളിലൂടെ, ജെറുസലേം തെരുവീതികളിലൂടെ, ജെറുസലേം ദേവാലയത്തിലേക്ക് ആർപ്പ് വിളികളോടെ ഓശാന പാടിക്കൊണ്ട് എതിരേറ്റ കർത്താവിനെ നമുക്കെല്ലാവർക്കും എതിരേക്കാം. നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ മനസ്സ് ഈ അനുദിന പ്രാർത്ഥനയിലൂടെ ഒരിക്കൽ കൂടെ ആ കാലഘട്ടത്തില് യഹൂദ ജനത്തോട് ചേർന്ന് കർത്താവിന് ഓശാന ഗീതികൾ നമുക്ക് ആലപിക്കാം. ദാവീദിൻ സുതൻ ഓശാന, കർത്താവിൻ ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അനുദിന വിമോചന പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിത പ്രതിസന്ധികളിലേക്ക്, നമ്മുടെ കെട്ടുകളിലേക്ക്, നമ്മളെ അലട്ടുന്ന മന്ത്രവാദങ്ങളിലേക്ക്, നമ്മളെ അലട്ടുന്ന കൂടോത്രങ്ങളിലേക്ക്, നമ്മളെ അലട്ടുന്ന ക്ഷുദ്രക്രിയകളിലേക്ക്, നമ്മളെ അലട്ടുന്ന കൈവശ ദോഷങ്ങളിലേക്ക്, നമ്മളെ അലട്ടുന്ന ദൃഷ്ടിദോഷങ്ങളിലേക്ക്, ആകുലതകളിലേക്ക്, തകർച്ചകളിലേക്ക്, കലഹങ്ങളിലേക്ക്, നെഗറ്റീവ് എനർജികളിലേക്ക്, ശത്രുദോഷങ്ങളിലേക്ക് രാജാതിരാജൻ കടന്നു വരുമ്പോൾ എല്ലാ നാരിക ശക്തികൾ തകർക്കപ്പെടും, എല്ലാ ദുഷ്ടാരൂപികൾ തകർക്കപ്പെടും. കുഞ്ഞുങ്ങളില്ലാത്ത ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ, കല്യാണ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ, കല്യാണ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ, രോഗബന്ധനങ്ങൾ വിട്ടുമാറട്ടെ, മരണബന്ധനങ്ങൾ വിട്ടുമാറട്ടെ, അമിതമായ ജഡികമായ ആസക്തികൾ വിട്ടുമാറട്ടെ, മദ്യപാന ലഹരി ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ, സമാധാനത്തിന് ദോഷം നിൽക്കുന്ന എല്ലാ രൂപികളും വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, സൈത്യം കൊമ്പുകൾ പിടിച്ച് ദേവാലയത്തിലേക്ക് ആ ദൈവജനത്തോടൊപ്പം പ്രവേശിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും അച്ഛൻ സമർപ്പിക്കും. മക്കളെ, നിങ്ങളുടെ നെടുവീർപ്പുകള്, നിങ്ങളുടെ ആകുലതകള്, നിങ്ങളുടെ കഷ്ടപ്പാടുകള്, നിങ്ങളുടെ സങ്കടങ്ങള്, പുറത്തു പറയാൻ പറ്റാത്ത വേദനകള്, അവയെല്ലാം ഇന്ന് ആ ഒരു ജയ്വിളികളോടെ സൈത്യൻ കൊമ്പുകളുമായി, കുരുത്തോലുകളുമായി അച്ഛൻ ഇന്ന് ദേവാലയത്തിലേക്ക് ആനവാതിൽ ലക്ഷ്യമാക്കി, പ്രധാന വാതിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവേശനം നടത്തുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ അനുദിന പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ഈ ഓശാന ദിവസം ഞാൻ ഈ ഈശോയുടെ ജെറുസലേം പ്രവേശനത്തിലേക്ക്, പുതിയ ജെറുസലേമായ കത്തോലിക്ക സഭയുടെ അത്ഭുത ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും മക്കളെ. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ് മക്കളെ. 35-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനമാണ്. കർത്താവേ, എന്റെ അസ്ഥികൾ പ്രഘോഷിക്കും, അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട്? ബലഹീനനെ ശക്തരിൽ നിന്നും, ദുർബലനെ ദരിദ്രനായവനെ കവർച്ചക്കാരിൽ നിന്ന് അങ്ങ് രക്ഷിക്കുന്നു.
പ്രിയപ്പെട്ട മക്കളെ, ഈ ഓശാന ഞായർ ഈ വചനം നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. ദരിദ്രരെ, രോഗികളെ, ബലഹീനരെ, അശക്തരെ ശക്തിപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തു ഇതാ നമ്മളോടൊപ്പം ജെറുസലേമിലേക്ക്, പുതിയ ജെറുസലേമായ സഭയിലേക്ക്, കത്തോലിക്ക സഭയിലേക്ക്, അങ്ങനെ സ്വർഗലക്ഷ്യമാക്കിയുള്ള ഈ പ്രയാണത്തില് നമ്മുടെ കുരിശുകൾ വഹിക്കാൻ, നമ്മുടെ വേദനകൾ സഹിക്കാൻ, നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുക്കാൻ ഇതാ കർത്താവായ യേശു നമ്മോടൊപ്പം വരികയും എല്ലാ ക്ഷുദ്രക്രിയകളെയും, എല്ലാ തിന്മയുടെ രൂപികളെയും, എല്ലാ നാശകരമായ ജീവികളെയും, എല്ലാ ദുഷ്ടശക്തികളെയും, കൂടോത്രങ്ങളെയും, മന്ത്രവാദങ്ങളെയും, തിന്മകളെയും, ശത്രുക്കളെയും തകർത്തുകൊണ്ട് ഇതാ ഓശാന എന്ന് പറഞ്ഞ് ഈശോയോടൊപ്പം നമുക്കും ഈ പുതിയ ജെറുസലേം ദേവാലയത്തിലേക്ക്, സഭയുടെ പുണ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മക്കളെ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വിളിച്ച മക്കളെ, പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് 2-3 സെക്കൻഡുകള് ദൈവത്തിന്റെ ആത്മാവ് അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ആവസിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. In the name of the Father, and of the Son, and of the Holy Spirit. In the name of the Father Almighty, Creator heaven and earth, and in the name of Jesus Christ, His only begotten Son, our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the archangel Saint Michael, and through the intercession of all the angels and saints, and with the grace conferred on me through the sacrament of priestly ordination, I hereby rebuke and command every spirit of darkness and oppression, obsession and affliction, every spirit which causes any kind of sickness or problem in the life of these persons who are participating this daily deliverance prayer, to depart from them and go to the feet of Jesus. Let Jesus, who had conquered the power of Satan through his passion, death and resurrection, take control over you and send you to the outside darkness. And in the name of Jesus, the Son of God, I challenge every spell and work of darkness, and I further command you, Satan and satanic powers, to go to the feet of Jesus Christ, to be bound forever and never to return. Let the precious blood of Jesus Christ cover these people and protect them from all snares of devil. Through this deliverance prayer, O Heavenly Father, let these persons who are participating this daily deliverance prayer experience the fullness of Jesus' redemption and glorify your name now and forever. In the name of the Father, and of the Son, and of the Holy Spirit. Amen. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുക. ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം. എല്ലാ ദിവസങ്ങളിലും ഈ അനുദിന പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരണം മക്കളെ. ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. മുടങ്ങാതെ നിരന്തരമായിട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടില് ആഴപ്പെട്ടിരിക്കുന്ന സാത്താൻ, പ്രത്യേകിച്ച് ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങൾ കർത്താവ് കേൾക്കും. വരും ദിവസങ്ങളില് 3 നിയോഗങ്ങള് ഈ പ്രത്യേകിച്ച് വലിയ ആഴ്ചയില് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് സമർപ്പിച്ച മക്കളെ, ആ 3 നിയോഗങ്ങള് ഞങ്ങൾക്ക് എഴുതി അയക്കാൻ പറ്റുന്നവർ എഴുതി അയച്ചോ. ഇതിന്റെ കമന്റ് ബോക്സിൽ എഴുതിയിട്ടാലും മതി. ഞങ്ങളത് എടുത്ത് ഇവിടെ പ്രാർത്ഥിച്ചുകൊള്ളും. മക്കളെ, നിങ്ങളുടെ പേര് വെക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഒരു അടയാളം തന്നാലും മതി. മൊത്തം എഴുതണമെന്നില്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അത് ഞങ്ങൾ എടുത്ത് വായിച്ച് ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ 3 നിയോഗങ്ങൾ ഈ വലിയ ആഴ്ചയിൽ എഴുതിയിടുമ്പോൾ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.